Hello, good morning students. Today we are going to discuss the Euler's method to find the solution of a differential equation. We can discuss the theory part first. So here, suppose we have a first order differential equation. So this is a method to solve first order differential equations. And consider the first order differential equation dy by dx is equal to f of xy. And for this method, we have to use this method, we must know the solution of this equation for a particular value of x. That is, at x is equal to x0, we should know the value of y. That is, y of x0 is equal to y0. അപ്പോൾ ഒരു പർട്ടിക്കുലർ എക്സിൻ്റെ വാല്യൂവിൽ വൈയുടെ വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ ഈ ഓയിലേഴ്സ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ വി വിൽ നോ ഇൻ ഡീറ്റെയിൽ അബൌട്ട് ദിസ് മെത്തേഡ്. ഹിയർ ദ നാച്ചർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് നോൺ. ഓൾസോ ദ വാല്യൂ ഓഫ് y, say y0 at some initial value of x, say x0 is also given. Then using Euler's method, we can find out the value of y for any value of x. So if we can find the values of y for any value of x, that is the solution of that equation. Now we have dy by dx is equal to f of xy. We have y is equal to y0 at x is equal to x0. Now we can rewrite this equation as, we can take dx to the right hand side. dy is equal to f of xy into dx. Now to find the value of y, say at some point, some value of y1, suppose we want to find the value of y when x is equal to x1, at some value of x. ആ വാല്യൂവിനെ നമ്മൾ y1 എന്ന് വിളിക്കുന്നു വിചാരിക്കുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ x1 ആകുമ്പോൾ ഉള്ള y വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് ഈ ഇക്വേഷൻ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ ദാറ്റ് ഈസ്, വി ആർ ഇൻ്റഗ്രേറ്റിംഗ് ദിസ് ഇക്വേഷൻ. വി ആർ ടേക്കിംഗ് ഇൻ്റഗ്രൽ dy ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് y0 ടു y1. ഇവിടെ എക്സിൻ്റെ വാല്യൂ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് x0 ടു x1 f of xy dx. ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് y1 ഈസ് ഈക്വൽ ടു y1 integral dy is y. Limit apply ചെയ്യുമ്പോൾ integral y0 to y1 limit apply ചെയ്യുമ്പോൾ you will get y1 minus y0 എന്ന് കിട്ടും. So y1 minus y0 is equal to integral x0 to x1 f of xy dx. അപ്പോൾ y0, we know the value of y0. ഏത് വാല്യൂവിലാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്, എക്സിൻ്റെ ഏത് വാല്യൂവിലാണ് വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാം. അതിനെ നമ്മൾ x1 എന്ന് വിളിക്കുന്നു. f of xy എന്ന ഫംഗ്ഷൻ നമുക്കറിയാം. സോ if we know this right hand side, y1 can be written as equal to y1 is equal to y, this minus y0 നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസ് y0 ആവും. സോ y0 പ്ലസ് ഇൻ്റഗ്രൽ x0 to x1 f of xy dx എന്ന് കിട്ടും. Now ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മളിതിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ന്യൂമറിക്കൽ മെത്തേഡ്സ് എല്ലാം അപ്രോക്സിമേറ്റ് സൊല്യൂഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ സപ്പോസ് x1 ഈസ് വെരി ക്ലോസ് ടു ദ വാല്യൂ ഓഫ് x0. x0ൻ്റെ വളരെ അടുത്ത വാല്യൂ ആണ് x1 എന്ന് വയ്ക്കുക. സച്ച് ദാറ്റ് x1 ഈസ് ഈക്വൽ ടു x0 പ്ലസ് h, where h ഈസ് വെരി സ്മോൾ. ദെൻ വി ക്യാൻ ടേക്ക് f of xy എന്നുള്ളത് x0 മുതൽ x1 വരെയുള്ള ആ ഇൻ്റർവെല്ലിൻ്റെ ഇടയിൽ ആ ഫംഗ്ഷൻ്റെ വാല്യൂ. അപ്പോൾ നമുക്കറിയാം എഫ് ഓഫ് x0 എന്ന് പറയുന്ന വാല്യൂ, x0യുടെ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് y0 ആണ്. അപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് x0 y0 ആണ്. x1 എന്ന് പറയുന്ന പോയിന്റിൽ ആ ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് x1 y1 ആണ്. ഓക്കെ, ഈ y1ൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. വി ഡോണ്ട് നോ ദ വാല്യൂ ഓഫ് y1. പക്ഷേ x1 വാല്യൂവിലാണ് y1 കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ഈ എഫ് ഓഫ് x1 y1ൻ്റെ വാല്യൂ നമുക്ക് അറിയില്ല. എഫ് ഓഫ് x0 y0ൻ്റെ വാല്യൂ അറിയാം. ഇപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന അപ്രോക്സിമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
if x1 is very very close to x0, f of x1 y1 എന്നുള്ളത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് സീറോ വൈ സീറോ എന്ന് എഴുതാം. അപ്പോൾ ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് എന്നുള്ള സ്ഥാനത്ത്, ഇൻ്റഗ്രൽ എക്സ് സീറോ ടു എക്സ് വൺ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് എന്നുള്ള സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? എഫ് ഓഫ് എക്സ് സീറോ വൈ സീറോ എന്ന് എക്സ് സീറോ മുതൽ എക്സ് വൺ വരെയുള്ള ഇൻ്റർവെല്ലിൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്കറിയാം. അത് നമ്മൾ ഇനിഷ്യൽ വാല്യൂവിനോട് ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ട് നമ്മൾ അപ്രോക്സിമേറ്റ്ലി എഫ് ഓഫ് എക്സ് സീറോ വൈ സീറോ എന്ന് എടുക്കുന്നു. That is x1 is very close, if x1 is very close to x0 such that x1 is equal to x0 plus h, where h is very small, then we can take f of xy is equal to f approximately equal to f of x0 y0 in the interval x0 less than x less than x1. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. y1 മൈനസ് y0, ഇക്വേഷൻ 3 അല്ല ഇക്വേഷൻ 4 എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. y1 മൈനസ് y0 is equal to എഫ് ഓഫ് എക്സ് വൈക്ക് സ്ഥാനം എഫ് ഓഫ് എക്സ് സീറോ വൈ സീറോ. എക്സ് സീറോൻ്റെ വൈ സീറോൻ്റെ വാല്യൂ നമുക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് എഫ് ഓഫ് എക്സ് സീറോൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഫംഗ്ഷൻ നമുക്ക് അറിയെങ്കിൽ ആ എഫ് ഓഫ് എക്സ് സീറോൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ ദാറ്റ് വിൽ ബി എ കോൺസ്റ്റൻറ്റ് ദാറ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ് ദി ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് സീറോ വൈ സീറോ. പിന്നെ എന്താ വരുന്നത്? ഇൻ്റഗ്രൽ എക്സ് സീറോ ടു എക്സ് വൺ ഡി എക്സ്. നൗ ദിസ് ഇക്വേഷൻ ഈസ് y1, ഈ മൈനസ് വൈ സീറോനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു. y1 ഈസ് ഈക്വൽ ടു വൈ സീറോ പ്ലസ് എഫ് ഓഫ് എക്സ് സീറോ വൈ സീറോ ഇൻറ്റു എക്സ് വൺ മൈനസ് എക്സ് സീറോ. എക്സ് സീറോയും എക്സ് വണ്ണും വളരെ ക്ലോസ് ആണ്. ആൻഡ് വി ഹാവ് ടേക്കൺ എക്സ് വൺ ഈസ് ഈക്വൽ എക്സ് സീറോ പ്ലസ് എച്ച്. സോ എക്സ് വൺ മൈനസ് എക്സ് സീറോ എന്നുള്ളത് എന്തായിരിക്കും? ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു വാല്യൂസ്, ദാറ്റ് ഈസ് എച്ച്. So y1 can be written as equal to y1 is equal to y0 plus f of x0 y0 into h. അപ്പോൾ നമുക്ക് ഇനിഷ്യലായിട്ടുള്ള വാല്യൂ x0 എന്ന് പറയുന്ന വാല്യൂവിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈയുടെ വാല്യൂ നമ്മൾ y0 ആണെങ്കിൽ ഏതെങ്കിലും തൊട്ടടുത്ത പോയിന്റ് x1 എന്ന് പറയുന്ന വാല്യൂവിലെ വൈയുടെ വാല്യൂ നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി എക്സ് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് y1 എങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്തുള്ള പോയിന്റ് x2, ചെറിയ അകലത്തിലുള്ള പോയിന്റ് x2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ y2 നമുക്ക് കണ്ടുപിടിക്കാം. ഇതേ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. എന്താ ചെയ്യുക? y1 ഈസ് ഈക്വൽ y0 പ്ലസ് എഫ് ഓഫ് എക്സ് സീറോ y0 ഇൻറ്റു എച്ചിന് പകരം നമുക്ക് എന്ത് ചെയ്യണം? y2 ഈസ് ഈക്വൽ ടു y0ക്ക് പകരം എന്ത് വരും? y1 പ്ലസ് എഫ് ഓഫ് എക്സ് സീറോ വൈ സീറോയ്ക്ക് പകരം എഫ് ഓഫ് എക്സ് വൺ വൈ വൺ ഇൻറ്റു എച്ച്. ഇനി എക്സ് ത്രീയിലേക്ക് ഇതേപോലെ പോകാം. എക്സ് ത്രീക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വൈയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് വൈ ത്രീ കണ്ടുപിടിക്കാം ഇതേ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്. സോ വൺസ് വി ഹാവ് ദ വാല്യൂ ഓഫ് y1 ആൻഡ് x1, the value of y, say y2 at x is equal to x2 can be obtained as y2 is equal to y1 plus f of x1 y1 into h, provided x2 is very close to x1, that is x2 is equal to x1 plus h. h is very small quantity. In a similar way we can write y3 is equal to y2 plus f of x2 y2 into h, y4 is equal to y3 plus f of x3 y3 into h, etc. അപ്പോൾ അങ്ങനെയാണെങ്കിൽ yn plus 1ൻ്റെ വാല്യൂ എന്തായിരിക്കും? yn plus 1 is equal to yn പ്ലസ് എഫ് ഓഫ് എക്സ് എൻ വൈ എൻ ഇൻറ്റു എച്ച്. പക്ഷേ ഇവിടെയുള്ള ബേസിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എച്ചിൻ്റെ വാല്യൂ എന്തായിരിക്കണം? വളരെ വളരെ ചെറുതായിരിക്കണം. നമുക്കിതിലൊരു വേറെ ഓക്കെ, yn plus 1 ഈസിക്കൽ yn പ്ലസ് എഫ് ഓഫ് എക്സ് എൻ വൈ എൻ ഇൻറ്റു എച്ച്, വേറെ n ഈസിക്കൽ 0 1 2 3. അപ്പോൾ ഏത് y വാല്യൂ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. ഇനിഷ്യലായിട്ടുള്ളൊരു എക്സ് വാല്യൂ നമുക്കറിയാമെങ്കിൽ ഇനിഷ്യലായിട്ടുള്ളൊരു എക്സ് വാല്യൂ x0 അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ നമുക്കറിയാമെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത പോയിന്റിലെ y വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു. വീണ്ടും തൊട്ടടുത്ത പോയിന്റിലെ y വാല്യൂ വീണ്ടും നമ്മൾ കണ്ടുപിടിക്കുന്നു. വീണ്ടും തൊട്ടടുത്ത പോയിന്റിലെ y വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു. x3യിലെ y വാല്യൂ കണ്ടുപിടിക്കുന്നു. y3 എക്സെട്രാ ചെയ്ത് നമുക്ക് ഏത് വാല്യൂ xn എന്ന് പറയുന്ന പോയിന്റിലെ y വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അതിനുള്ള ഇക്വേഷനാണ് ഇത്. ഇത് നമുക്ക് അറിയാം, നമുക്കിത് അപ്രോക്സിമേറ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ പ്രോബ്ലം ചെയ്ത് നോക്കാം. നമ്മുടെ ഫംഗ്ഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy by dx is equal to f of xy is equal to x plus y.
ഇതാണ് നമ്മുടെ ഇക്വേഷൻ. dy by dx is equal to f of xy. f of xyൻ്റെ വാല്യൂ എന്താണ്? x plus y. അതായത് dy by dx is equal to x plus y. ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമുക്ക് തന്നിരിക്കുന്നത് at x is equal to 0, y is equal to 1. x is equal to 0-ൽ yയുടെ വാല്യൂ 1 ആണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് find the value of y when x is equal to 1. dy by dx is equal to x plus y ആണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. തന്നിരിക്കുന്നു x is equal to 0 when y is given x is equal to 0 and y when x is equal to 0, y is equal to 1. അപ്പോൾ നമ്മൾ എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എക്സിൻ്റെ വാല്യൂ 0 എന്ന് പറയുന്ന പോയിന്റിലെ വൈയുടെ വാല്യൂ നമുക്കറിയാം. നമുക്ക് എക്സിൻ്റെ തൊട്ടടുത്ത പോയിന്റിലെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ അതിലെടുക്കുന്ന ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വാല്യൂ നിങ്ങൾക്ക് എടുക്കാം. ഇതിൽ ചെറുത് നിങ്ങൾക്ക് എടുക്കാം. h is equal to 0.1. നിങ്ങൾ പ്രോഗ്രാമിംഗ് ഒക്കെ എഴുതി ചെയ്യുമ്പോൾ ഇതിലും വളരെ വളരെ ചെറിയ വാല്യൂസ് എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. h is equal to 0.1 എന്നെടുത്തിട്ട് നമ്മൾ ചെയ്യാണ്. അപ്പോൾ നോക്കുക, നമുക്കിത് എങ്ങനെയാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുക. നോക്കൂ, നമ്മുടെ മെത്തേഡ് ഇത് എങ്ങനെയാണ്. y1 is equal to തൊട്ടടുത്ത പോയിന്റിലെ y0യും x0യും നമുക്കറിയാമെങ്കിൽ y1 is equal to y0 plus f of x0 y0 into h. ഇതായിരിക്കും y1ൻ്റെ വാല്യൂ. ഇനി y2 എങ്ങനെ കണ്ടുപിടിക്കും? y2 is equal to ഈ y1 നമ്മളിവിടെ ഈ ക്വസ്റ്റ്യൻ പേജ് കണ്ടുപിടിച്ചു. y1 plus f of x1 y1 into h. y2 കണ്ടുപിടിച്ചു. ദെൻ y3 കണ്ടുപിടിക്കുക. ലൈക്ക് ദാറ്റ്. നോക്കുക, നമ്മൾ എക്സിൻ്റെ ഇനിഷ്യൽ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത് 0 ആണ്. വൈയുടെ ഇനിഷ്യൽ വാല്യൂ തന്നിരിക്കുന്നത് 1 ആണ്. എഫ് ഓഫ് എക്സ് വൈ എന്താണ്? എക്സ് പ്ലസ് വൈ ആണ്. എക്സും വൈയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത പോയിന്റ് എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്ന പോയിന്റിലെ വൈയുടെ വാല്യൂ അങ്ങനെ കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് y1 ഈസ് ഈക്വൽ ടു നോക്കൂ, ദാറ്റ് ഈസ് y1 ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കാം y0 പ്ലസ് h ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ. y0 എന്ന് പറയുന്നത് എന്താ? 1 ആണ്. h എന്ന് പറയുന്നത് എന്താ? 0.1 ആണ്. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താ? അതായത് ആദ്യത്തെ കേസിൽ നമ്മൾ എഫ് ഓഫ് x0 y0 എന്ന് എടുക്കണം. അപ്പോൾ എക്സിന് x0ൻ്റെ വാല്യൂ 0 ആണ്, y0ൻ്റെ വാല്യൂ 1 ആണ്. 0 പ്ലസ് 1 ദാറ്റ് ഈസ് 1. എഫ് ഓഫ് എക്സ് വൈയുടെ വാല്യൂ 1 കിട്ടി. സോ y0 പ്ലസ് h ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത് 1 പ്ലസ് 0.1 ഇൻറ്റു 1 ദാറ്റ് ഈസ് 1.1 എന്ന് കിട്ടി. സോ y1 എന്നുള്ളത് നമുക്കിവിടെ 1.1 എന്ന് കിട്ടി. ഇനി നമുക്ക് തൊട്ടടുത്ത എക്സിൻ്റെ തൊട്ടടുത്ത പോയിന്റിൽ x1 എന്ന് പറയുന്ന വാല്യൂവിലെ y1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 1.1 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിൻ്റെ അടുത്ത വാല്യൂ എന്താ? h കൂട്ടണം, അതായത് 0.1. ഇതാണ് x1. കറസ്പോണ്ടിങ് ആയിട്ട് വൈയുടെ വാല്യൂ നമുക്കിവിടെ കിട്ടി 1.1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈയുടെ വാല്യൂ എന്തായിരിക്കും? 1.1 പ്ലസ് 0.1 ദാറ്റ് ഈസ് 1.2 എന്ന് കിട്ടി. ഓക്കെ, നൗ വാട്ട് ഈസ് y2 ദെൻ? y2 കണ്ടുപിടിക്കാൻ നമുക്കിവിടെ y2 ഈസ് ഈക്വൽ ടു y1 പ്ലസ് h ഇൻറ്റു എഫ് ഓഫ് x1 y1. y1ൻ്റെ വാല്യൂ എത്ര കിട്ടിയത്? 1.1 പ്ലസ് h 0.1 ഇൻറ്റു എഫ് ഓഫ് x1 y1 നമുക്കിവിടെ കിട്ടിയത് 1.2. 1.2 ഇൻറ്റു 0.1 ദാറ്റ് ഈസ് 1.1 പ്ലസ് 1.2നെ 0.1 കൊണ്ട് ഗുണിക്കുമ്പോൾ യു വിൽ ഗെറ്റ് 0.12 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.22. സോ y2 ഈസ് ഈക്വൽ ടു 1.22. നൗ അപ്പോൾ x2 എന്ന് പറയുന്നത് 0.2 ആണ്, 0.1 ആണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള y2ൻ്റെ വാല്യൂ 1.22 കിട്ടി. Now we have to find, this is x0, x1 ൻ്റെ y-ൻ്റെ വാല്യൂ നമുക്ക് y1ൻ്റെ വാല്യൂ 1.1 കിട്ടി. x2 തൊട്ടടുത്ത പോയിന്റിലെ y2 x2 എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.2 ആണ്. 0.1ൻ്റെ കൂടെ 0.1 h കൂടി ആഡ് ചെയ്തു, 0.2 കിട്ടി. കറസ്പോണ്ടിങ് ആയിട്ടുള്ള y-യുടെ വാല്യൂ 1.22 കിട്ടി. സോ 1.22. Then we can find y3. y3 is equal to y2 plus, what is y2? 1.22 plus h is 0.1
into f of x2 y2, അതായത് 0.2 plus 1.22. So you will get 1.42 എന്ന് കിട്ടി. So you will get y2 1.22 plus 0.1 into 1.42, that is equal to 1.22 plus 0.142, that is 1.362. ഓക്കെ, അപ്പോൾ y3യുടെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി 1.362, അതായത് എക്സിൻ്റെ ഏത് വാല്യൂയിലാണ്? 0.3 എന്നുള്ള വാല്യൂവിൽ. ഇനി നമുക്കിവിടെ എന്ത് കണ്ടുപിടിക്കാം? 1.362 പ്ലസ് 0.3 എഫ് ഓഫ് എക്സ് വൈയുടെ വാല്യൂ എഫ് ഓഫ് x3 y3 ആണ് ഇത് കിട്ടുന്നത്, ദാറ്റ് ഈസ് 1.662 എന്ന് കിട്ടും. കറസ്പോണ്ടിങ് ആയിട്ട് y4ൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? y3 പ്ലസ് what is y3? y4 is equal to y3യുടെ വാല്യൂ എന്ന് പറയുന്നത് 1.362 പ്ലസ് h, that is 0.1 into f of xy 1.662, that is equal to 1.362 plus 0.1662, that is equal to 1. This 2 8 12 45 1.5282 എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് വേ യു ക്യാൻ പ്രൊസീഡ്. ഇപ്പം ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇപ്പം y4 നമുക്ക് കിട്ടിയത് എക്സിൻ്റെ വാല്യൂ 0.4 ആവുന്ന കേസിലാണ് y4 കിട്ടിയത്. അങ്ങനെ എക്സിൻ്റെ വാല്യൂ 1 വരുന്ന കേസിൽ വൈയുടെ വാല്യൂ എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. So I think you can proceed like this and you can find the solution. So this is this way we can find the solution of an equation using Euler's method. Okay.